ഹായ് ഫ്രണ്ട്സ്, ഫാത്തിഹാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് കുക്കറിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണ്. ദോശയുടെയും ഇഡ്ഡലിയുടെയും അതേപോലെ തന്നെ ചപ്പാത്തിയുടെയും ചോറിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി കറിയാണ്. പിന്നെ കൂടുതൽ മസാലകളൊന്നും ചേർക്കാത്ത നല്ല ടേസ്റ്റി കറിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കർ ചൂടായി വരുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 3 ഏലക്ക, ഒരു 3 ഗ്രാമ്പു, ചെറിയ പീസ് പട്ട, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുള്ളതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കരുത് കേട്ടോ. നമ്മളിങ്ങനെ കുറച്ച് ചതച്ചെടുത്തിട്ട് അല്ലെങ്കിൽ ചെറുതായിട്ട് പീസായിട്ട് അരിഞ്ഞെടുത്താലും മതി. എന്നിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു മീഡിയം സൈസ് സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു ചെറിയ ക്യാരറ്റും പിന്നെ ഒരു പൊട്ടാറ്റോയും കൂടെ ഈ ഒരു സൈസിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 4 പച്ചമുളക്, നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ മുളക് പൊടി ഒന്നും ചേർത്ത് കൊടുക്കണില്ല ഇതിലേക്ക്. പിന്നെ ഒരു 3/4 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂണ് പെരുംജീരകം പൊടിച്ചെടുത്തിട്ടുള്ളതും, ഒരു 3/4 ടീസ്പൂണ് ഗരം മസാല, പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി എടുക്കുക. നമ്മുടെ ഈ ഒരു മസാലകളുടെയൊക്കെ പച്ചമണം മാറി കിട്ടണം. അതേപോലെ ഈ ഒരു ബീട്രൂട്ട്, പൊട്ടാറ്റോ ഇതൊക്കെ നന്നായിട്ട് ചൂടായി വരികയും വേണം കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കാൻ. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഫുള്ളായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ഇത് വാടി പോകുള്ളൂ നമ്മുടെ ഈ ഒരു വെജിറ്റബിൾ കേട്ടോ. ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് ഈ മസാലകളുടെയൊക്കെ പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 3/4 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. 3/4 കപ്പ് തേങ്ങയുടെ 2ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1ാം പാൽ നമ്മൾ റെഡി ആകുമ്പോഴാണ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ തേങ്ങയുടെ 2ാം പാൽ ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് തേങ്ങ പിഴിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ, മിക്സിയുടെ ജാറിൽ അടിച്ചിട്ട്. എന്നിട്ട് നമുക്ക് കുക്കറൊന്ന് അടച്ച് വെക്കാം. അതിനുശേഷം ഒരു ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഒരു വിസിലടിക്കണം. പിന്നെ ലോ അല്ല മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു വിസിലും, അങ്ങനെ 2 വിസിലടിച്ചിട്ട് പ്രഷറൊക്കെ കുക്കറിൻ്റെ നന്നായിട്ട് പോയതിന് ശേഷമാണ് നമ്മൾ കുക്കർ തുറക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമുക്കിതാ ഒരു 10 കാഷ്യൂ കുതിർത്തത് തേങ്ങയുടെ 1ാം പാൽ ഒരു 1/4 കപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഇതാ. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കറിയുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ടോ, വെജിറ്റബിളും ഒക്കെ നന്നായിട്ട് വന്നിട്ട് നന്നായി ഉടഞ്ഞു പോവരുത് കേട്ടോ. നമുക്കിത് ഇങ്ങനെ കഷ്ണമായിട്ട് തന്നെയാണ് കിട്ടേണ്ടത്, ഉടഞ്ഞു പോവരുത്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. നമുക്ക് കുക്കറിൽ തന്നെ റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിത് ഈ ഒരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ കാഷ്യൂം തേങ്ങാപ്പാൽ കൂട്ടി അരച്ചെടുത്തിട്ടുള്ളതുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഒരു തീ ഈ സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒരുപാട് തിളച്ച് വരരുത്, അത് പിരിഞ്ഞു പോവുള്ളൂ കേട്ടോ. അത് അങ്ങനെ പിരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ടൈമിൽ നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പില്ലാച്ചെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ ഒരു കറിയിലേക്ക് നമുക്കൊരു 5-6 മുട്ട വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 3 മുട്ട പുഴുങ്ങിയത് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മുട്ടയൊന്നും ഉടഞ്ഞു പോകരുത് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഞാൻ രാവിലെ അപ്പത്തിൻ്റെ കൂടെയാണ് ഇത് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. രാവിലെ കുക്കറിലായതുകൊണ്ട് തന്നെ കൂടുതൽ മസാലകളൊന്നും ചേർത്ത് കൊടുക്കണില്ല. അപ്പോൾ ഞാനിവിടെ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നന്നായി ആവി വന്ന ആ ഒരു സമയത്ത് നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്യുക കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില, മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. എല്ലാവരും ഒന്ന് ഈ കറി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുവെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.